ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ജോലിയൊന്നുമില്ലാതെ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ വെച്ച ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ വ്യക്തി ശുശ്രൂഷ മേഖലയുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തി എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് നാൾ വിദേശത്തായിരുന്നു, ഇപ്പം ജോലിയില്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, പുറത്തേക്ക് പോകുവാൻ വേണ്ടി നോക്കുന്നുണ്ട്, ഒന്നും ശരിയാകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, 9 മാസത്തേക്ക് വിദേശത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ 9 മാസം നിങ്ങൾക്ക് ജോലി മേഖലയിലൊന്നും ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആ വ്യക്തിയോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല. ഇനി ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം, അല്ല ഇന്ന സ്ഥലത്ത് പോകണോ, ഇന്ന ചെയ്യണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോ, ഈ വ്യക്തി 9 മാസത്തേക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കത്തില്ല, അല്ലെ ജോലിക്ക് പോകുവാൻ സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് 9 ദിവസത്തിനുള്ളിൽ ഇതിന് എന്തെങ്കിലും ഒരു ക്രമീകരണം നടത്തി തരണമെന്നിങ്ങനെ പറഞ്ഞു. ഈ വ്യക്തി 9 മാസത്തേക്ക് വിദേശത്തേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ ഈ വ്യക്തിയോട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് വിസയൊക്കെ ഏകദേശം റെഡിയാകാറായിട്ടുണ്ട്, ഞാൻ ഈ മാസം പകുതിയോടുകൂടി ഞാൻ പുറത്തേക്ക് പോവുകയാണ് എന്നിങ്ങനെ ഈ വ്യക്തിയോട് പറഞ്ഞു. ഈ വ്യക്തി ഇത് കേട്ടപ്പോൾ ഇങ്ങനെ കണ്ണും വീഴ്ച പോലെ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രമാത്രമാണ്. കാരണം പലരും ഇങ്ങനെ പല ദൈവിക സന്ദേശങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ 9 മാസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 9 മാസത്തേക്ക് ഇന്ന കാര്യം ചെയ്യാം, ഇന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഈ 9 മാസം ഇങ്ങനെ നോക്കിയിരിക്കും. ഇതൊരിക്കലും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു ക്രമീകരണം കർത്താവ് അവിടെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വ്യക്തി പറഞ്ഞത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന വ്യക്തി പറഞ്ഞു, അതുകൊണ്ട് ഇന്ന ദിവസത്തേക്ക് ഇത്ര നാളത്തേക്ക് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ഈശോയോട് പറയണം, എനിക്ക് 9 മാസത്തേക്കല്ല, എനിക്ക് 9 ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകുവാൻ എനിക്ക് കർത്താവ് ഈശോ എനിക്ക് ക്രമപ്പെടുത്തി തരണമേ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് ക്രമപ്പെടുത്തി തരും. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരെ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ദൈവിക പ്രവൃത്തികളെ നമുക്ക് കാണുവാനും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ഈ കാലഘട്ടത്തിൽ അസാധാരണമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു ചലനം, വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം ഈ കേൾക്കുന്ന ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.